മറ്റൊരു വാർത്തയിലേക്ക് സ്പോട്ട് ലൈവിന് പോവുകയാണ്. വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയോടെയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷപരവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിലാണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ എന്ത് നടപടികളാണ് നടക്കുന്നത്? ഇന്ന് ഇതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം എന്തായാലും കോടതിയിൽ ഹാജരാക്കുമെന്നറിയാം. എന്തായിരിക്കും പോലീസിന്റെ തുടർ നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട്? പുലർച്ചെ 1 മണിയോടെ തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തിച്ച ടി.ജി. മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നീളുന്ന നടപടിക്രമങ്ങൾക്കൊടുവിൽ ടി.ജി. മോഹൻദാസുമായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തും. ആദ്യം മോഹൻദാസിന്റെ പ്രതികരണം തേടിയെങ്കിലും ഈ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് മൗനമായി അകത്തേക്ക് കയറിപ്പോവുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്വാഭാവികമായി മോഹൻദാസിന് എന്തെങ്കിലും ഇനി കൂടുതൽ പറയാനുണ്ടോ എന്ന പ്രതികരണം മാധ്യമങ്ങൾ തേടും. പക്ഷേ നിലവിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെയാണ് ഡോക്ടറുടെ മുറിക്കുള്ളിലേക്ക് മോഹൻദാസ് കടന്നു പോയിരിക്കുന്നത്. അല്പസമയത്തിനകം ടി.ജി. മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കും. നമുക്ക് ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീത്വത്തെ അപമാനിക്കലും അതോടൊപ്പം തന്നെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ 4 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ടി.ജി. മോഹൻദാസിനെതിരെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ മോഹൻദാസിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ, അതാണ് ഏറ്റവും ആകാംക്ഷ നിർത്തുന്ന കാര്യം. ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന ഗുരുതരമായൊരു വകുപ്പ് കൂടി ഉള്ളതിനാൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിൽ ഒരു വിഭാഗം അഭിഭാഷകർ അല്ലെങ്കിൽ ഒരു കൂട്ടം നിയമവിദഗ്ധർ നൽകുന്ന സൂചനകൾ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് കൃത്യമായി ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. ജാമ്യം ലഭിച്ചേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ മോഹൻദാസിനെ അനുകൂലിക്കുന്നവരും പങ്കുവെക്കുന്നു. എന്തായാലും വഞ്ചിയൂർ കോടതിയിലാകും അല്പസമയത്തിനകം ACJ കോടതിയിലാകും ടി.ജി. മോഹൻദാസിനെ ഹാജരാക്കുക. പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ യുവജന സംഘടനകളുടെ പ്രതിഷേധം വഞ്ചിയൂർ കോടതി പരിസരത്ത് ടി.ജി. മോഹൻദാസിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അത്തരത്തിൽ പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ ടി.ജി. മോഹൻദാസിനെ കൊണ്ടുപോകുന്ന പോലീസ് വാഹനത്തിന് സുരക്ഷ ഒരുക്കാനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ കൂടി ഈ വൈദ്യപരിശോധന തുടരും. അതിനുശേഷം മാത്രമേ ടി.ജി. മോഹൻദാസിനെ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്ത യുവതികൾക്കെതിരെ നടത്തിയ വിദ്വേഷം നിറഞ്ഞ പ്രതികരണങ്ങളാണ് ടി.ജി. മോഹൻദാസിനെതിരെ പരാതി നൽകുന്ന തരത്തിലേക്ക്, സൈബർ പോലീസിന് പരാതി നൽകുന്ന തരത്തിലേക്ക് യുവജന സംഘടനകളെ എത്തിച്ചത്. അങ്ങനെ AIF നേതാവ് നൽകിയ പരാതിയിലാണ് ഇങ്ങനെയൊരു നടപടിയെടുക്കാൻ സൈബർ ക്രൈം പോലീസ് തിടുക്കത്തിൽ നടപടികൾ ആരംഭിച്ചതും അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യുകയും ഗുരുതരമായ വകുപ്പുകൾ മോഹൻദാസിനെതിരെ ചുമത്തുകയുമൊക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ മട്ടാഞ്ചേരിയിലെ വസതിയിൽ നിന്ന് മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് അർദ്ധരാത്രിയോടെ എത്തിച്ച് പിന്നീട് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഡോക്ടർ ടി.ജി. മോഹൻദാസിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് നിയമ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യപരമായി പ്രതി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റിമാൻഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളിലേക്ക് കടന്നാൽ അതിനടിസ്ഥാനമാകുന്നത് ഈ ഡോക്ടർ ഇവിടുന്ന് നൽകുന്ന കുറിപ്പുകളായിരിക്കും. അത്തരത്തിലുള്ള പരിശോധനകൾ, പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ഡോക്ടർ അതിൻ്റെ ഡോക്ടേഴ്സ് നോട്ട് തയ്യാറാക്കുകയാണ്. ആ നോട്ട് പോലീസിന് കൈമാറിയതിന് ശേഷമായിരിക്കും അതുമായി സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥർ വഞ്ചിയൂർ ACJ കോടതിയിലേക്ക് അല്പസമയത്തിനകം എത്തുക. ഡാൻ, നമുക്കറിയാം ഈ അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് പോലീസിന് നേരെ വലിയ വിമർശനം ഉയർന്നത്. കാരണം അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത പോലീസ് എന്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ പിടികൂടുന്നില്ല എന്ന് വലിയ ആക്ഷേപങ്ങളൊക്കെ സൈബർ ഇടത്ത് ഉണ്ടായതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ പോലീസ് ടി.ജി. മോഹൻദാസിൻ്റെ വീട്ടിലെത്തുന്നു, റെയ്ഡ് നടത്തുന്നു, പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നു.
ഉടനടി തുടർ നീക്കങ്ങൾ വളരെ അതിവേഗത്തിൽ തന്നെ നടക്കുന്നു. ഇന്നത്തെ മാധ്യമങ്ങളടക്കം പത്രമാധ്യമങ്ങളടക്കം ഒരേ പ്രാധാന്യത്തോടു കൂടിയാണ് അർജുൻ ആയങ്കിയുടെയും ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് അത് വാർത്തയായി റിപ്പോർട്ട് ചെയ്തത് പോലും. പക്ഷേ ഇത് BJP ഈ വിഷയത്തിൽ, ഈ കേസിൽ ഈ ടി.ജി. മോഹൻദാസിൻ്റെ അറസ്റ്റിൽ BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഒരു നിലപാട് എന്താണ്? പ്രത്യേകിച്ചും ടി.ജി. മോഹൻദാസിനേക്കാളും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടാതെ പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് ചില സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം സൈബർ ഇടത്തു നിന്നൊക്കെ വിമർശനം ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കിയിട്ട് പോലും അവർക്ക് ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ സാഹചര്യം. എന്തുകൊണ്ടാണ് ടി.ജി. മോഹൻദാസിനെ എതിരെ ഇത്ര അതിവേഗത്തിലുള്ള നടപടി ഉണ്ടായതെന്നൊക്കെ വിമർശനം ഉയർത്തുന്നവരുണ്ടല്ലോ. ഈ വിഷയത്തിൽ BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമുണ്ടോ? ടി.ജി. മോഹൻദാസിനെ അവർ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണം ഔദ്യോഗികമായി അവർ നടത്തിയതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിലൊരു ഇരട്ട നീതിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു അവധി ദിവസം ടി.ജി. മോഹൻദാസിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രീതി അനൗചിത്യം നിറഞ്ഞതാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ സൈബർ ഇടങ്ങളിൽ അത്തരം RSS അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കോടതി ഈ കാര്യത്തിൽ നടത്തുന്ന നിരീക്ഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രീയമായ ഒരു പ്രതികരണം BJP നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ RSS കേന്ദ്രങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുക. എന്തായാലും മോഹൻദാസ് നടത്തിയ പരാമർശത്തെ RSS നേതൃത്വം നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. അതൊരിക്കലും RSS എന്ന സംഘടനയുടെ നിലപാടല്ല. ആ നിലപാട് മോഹൻദാസിൻ്റേത് മാത്രമാണ് എന്ന തരത്തിലുള്ള പരാമർശം അവർ നടത്തിയത്. അതിനപ്പുറത്തേക്ക് ടി.ജി. മോഹൻദാസിനെതിരെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളിൽ കൃത്യമായൊരു വ്യക്തത ഇനി വരുത്താനിരിക്കുന്നതേ ഉള്ളൂ. അത് സംഘടനാ തലത്തിൽ ആയിരിക്കും അത്തരത്തിൽ ഔദ്യോഗികമായ നിലപാട് പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുക. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വിദ്വേഷ പരാമർശം നടത്തിയവർ പുറത്ത് സുഖവാസം ചെയ്യുമ്പോൾ ടി.ജി. മോഹൻദാസിനെതിരെ തിടുക്കത്തിലൊരു നടപടിയെടുത്തത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ BJP കേന്ദ്രങ്ങളിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നതാണ് വാസ്തവം. എന്തായാലും ടി.ജി. മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇനി ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. അതിന് മുന്നോടിയായിട്ടുള്ള വൈദ്യപരിശോധന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.